സുഹൃത്തുക്കളെ, സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ അടിപൊളി ക്വസ്റ്റൻ ആണ്. എക്സാമിന് ഇപ്പോൾ വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പോലുമല്ല. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസുകളെല്ലാം നല്ലപോലെ പഠിച്ച ശേഷം, മീൻസ് ചെയ്യാൻ നല്ലപോലെ പഠിച്ച ശേഷം എക്സാമിന് മാറി വരുന്ന ചോദ്യങ്ങളൂടെ പഠിക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിന് വന്നത് കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. നന്നേ പഠിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പഴയ ഉഴപ്പ്, മീൻസ് എക്സാം അടുക്കുമ്പോഴുള്ള പഠിത്തം മാത്രം കൊണ്ട് രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. മാക്സിമം സമയങ്ങൾ എടുത്ത് പഠിച്ച് നല്ല രീതിയിൽ കൂടെ എക്സാമിന് പ്രിപ്പയർ ആയിട്ട് പോയെങ്കിൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആ രീതി കൂടെയൊക്കെയാണ് ഇപ്പോഴത്തെ വാല്യുവേഷനും എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് സിലബസിൽ നിന്ന് ഇല്ലാത്ത ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ള സിലബസ് തന്നിട്ട് അതിന് പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ വരെ ഇപ്പോൾ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. എല്ലാവരും അറിഞ്ഞ് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ ദ സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 up to 14. Defined as R is equal to set of all xy such that 3x minus y is equal to 0. Check R is reflexive, symmetric and transitive. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. എന്താണെന്നൊക്കെയുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് ക്ലിയറായിട്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ നോക്കാം. എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് എന്നുള്ളതെല്ലാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് അതിൻ്റെ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ മാതിരിയുണ്ട്, ഒരു സെറ്റും ഉണ്ടല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഓർഡേർഡ് പെയറുകളെല്ലാം കണ്ടുപിടിക്കണം, സാറ്റിസ്ഫൈ ചെയ്യുന്നത്. എന്താണ് ഈ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ആ ഇക്വേഷൻ എടുത്ത് എഴുതണം. 3x - y = 0. അവിടുന്ന് 3x = y എന്നാക്കണം. -y അപ്പുറത്ത് കൊണ്ടുപോയി +y തിരിച്ചെഴുതുമ്പോൾ എന്താവും മോനെ? y ഈസ് ഈക്വൽ എത്ര എന്ന് കിട്ടും? 3x. ഓക്കെ ആണല്ലോ. y = 3x എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിൻ്റെ പ്ലേസിൽ ഈ നമ്പർ ഇങ്ങനെ കൊടുത്ത് വരണം. ഓരോന്നിങ്ങനെ കൊടുത്ത് വരുമ്പോൾ ഒരു സമയമാകുമ്പോൾ നിർത്തേണ്ടി വരും. അത് എപ്പോഴാണെന്നുള്ളത് ഇപ്പം നോക്കാം. എക്സിന് ആദ്യം ഞാൻ 1 കൊടുക്കുവാണേ. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും കിട്ടുന്നത്? 3 × 1 3. ശരിയല്ലയോ? 3 × 1 3. അപ്പോൾ നമുക്ക് റിലേഷനിലെ ഓർഡേർഡ് പെയറുകൾ എഴുതാം. 1 3 എന്ന് കിട്ടി. നെക്സ്റ്റ് എക്സിന് നമ്മൾ 2 എന്ന് കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 3x എന്നുള്ളത് 3 × 2 ആൻസർ ആരായി കിട്ടി മോനെ? 6. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഓർഡേർഡ് പെയർ 2 6. അടുത്ത എക്സിന് 3 കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു 3 × 3 ആൻസർ 9 കിട്ടി. അപ്പോൾ 3 കൊടുത്തപ്പോൾ 9 3 9. 4 കൊടുത്തപ്പോൾ എത്ര ആയിരിക്കും മോനെ കിട്ടുന്നത്? 12 അല്ലേ? 3 × 4 12. 5 കൊടുത്താൽ എത്ര മോനെ കിട്ടുന്നത്? 15 ആണ് മോനെ. അതൊന്നും എടുത്ത് എഴുതി വെക്കല്ലേ, നിർത്തിയേക്കണം. എന്താ മോനെ 15 കിട്ടുമ്പോൾ നിർത്താൻ പറഞ്ഞത്? ഇവിടെ 14 വരെ ഉള്ളൂ. ഓക്കെ, ഈ സെറ്റിൽ നിന്ന് പുറത്തു പോവരുത് നമ്മുടെ ആൻസർ. ഓക്കെ, അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ 4 ഓർഡേർഡ് പെയേഴ്സുകളെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കിട്ടത്തുള്ളൂ. ഇവനെ വെച്ചുകൊണ്ട് വേണം ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റിഫ്ലെക്സീവിന് വേണ്ടി അങ്ങോട്ട് എഴുതാം. ചെറിയൊരു ഹെഡിങ് എഴുതിയേക്കണേ, റിഫ്ലെക്സീവ് എന്ന് എഴുതണം. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ നോക്കേണ്ടത് സെറ്റിനുള്ളിൽ 1 2 3 4 up to 14 ആണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും അയാളിലോട്ടാണ്, വേറെ ആളില്ല. ഒരാളിൽ നിന്നും അയാളിലോട്ട്. അപ്പോൾ 1 നിന്നും 1ലോട്ട്, 2 നിന്നും 2ലോട്ട്, 3 നിന്നും 3ലോട്ട്, 14 നിന്നും 14ലോട്ട്. അത്രയും ഓർഡേർഡ് പെയർസ് ഇവിടെ ഉണ്ടായിരിക്കണം. ഒരാൾ പോലും ഇല്ല. നോക്കിക്കേ, 1 നിന്നും 3ലോട്ടാണ് കിടക്കുന്നത്. 1 നിന്നും 1ലോട്ട് വന്നെങ്കിൽ മാത്രമേ ആകത്തുള്ളൂ. 1 നിന്നും 1ലോട്ട് മാത്രമായിട്ട് കാര്യമില്ല. 2 വേണം, 3 വേണം, 4 വേണം, 14 വരെ വേണം എന്ന് പറയുന്നത്. ഇങ്ങനെ 1 1 2 2 3 3 up to 14 വരെ ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. ഒരാൾ പോലും ഇല്ല. അപ്പം നമ്മൾ എഴുതും ഹിയർ 1 ഈസ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് ദിസ് റിലേഷൻ. Therefore R is not reflexive. That's all. Therefore R is not reflexive. ഇത്രയേ ഉള്ളൂ. റിഫ്ലെക്സീവ് അല്ല എന്ന് തെളിയിച്ചാൽ മതി. റിഫ്ലെക്സീവ് ആണോന്നാ നോക്കിയപ്പോൾ റിഫ്ലെക്സീവ് അല്ല. അതിൻ്റെ റീസൺ നമ്മൾ എഴുതി. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് എന്താണ് മോനെ? സിമെട്രിക് അല്ലേ? സിമെട്രിക്കിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് നോക്കണം. ഇവിടുത്തെ നിങ്ങളുടെ റിലേഷൻ കിട്ടിയ ഒരു ഓർഡേർഡ് പെയറിനെ നോക്കണം. 1 3. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും വേണം. അപ്പോഴേ എന്താകത്തുള്ളൂ? സിമെട്രിക് ആകത്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള റിലേഷൻ അതേ തിരിച്ച് ഇങ്ങോട്ടും ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ 1 നിന്നും 3ലോട്ട് ഇവിടെ ഉണ്ടെങ്കിൽ 3 നിന്നും 1ലോട്ടും വേണമായിരുന്നു. ഇവിടെ ഉണ്ടോ മോനെ? 1 3 ഉണ്ട്. തിരിച്ചുള്ള 3 1 ഇവിടെ ഉണ്ടോ? 3 1 ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? 2 6 6 2 വേണം. 3 9 9 3 വേണം.
412 12 വേണം, ഒന്നുമേ ഇല്ല. ഓക്കെ, ഒരാൾ പോലും തിരിച്ചില്ല. therefore നമ്മൾ എഴുതാൻ പോകുന്നത് here 1 3 is an element of R implies 3 1 not an element of this relation. ഓക്കെ, therefore R is not symmetric. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് എഴുതണം. ഓക്കെ മോനെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്, അതിൻ്റെ നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് എക്സാമിന് എങ്ങനെ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള രീതിക്കുള്ള തരുന്നത്. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നതാണ്, നേരത്തെ പഠിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ മാത്സിനെ അറിഞ്ഞു പഠിക്കാം, എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അതും പഠിക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ എൻട്രൻസ് ക്ലാസ്സും കൂടെ കിട്ടി അങ്ങനെയും പഠിക്കാം. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായി, സിമെട്രിക് അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആകുമ്പോൾ ട്രാൻസിറ്റീവ് ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ മീനിങ് പലർക്കും പിടികിട്ടാറില്ല. എന്താണ് ട്രാൻസിറ്റീവ്? ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഓർഡേർഡ് പെയറുകൾ, നമ്മളിപ്പോൾ ഓർഡേർഡ് പെയറിൻ്റെ രീതി കൊണ്ടുള്ളതായതുകൊണ്ട് ആ രീതി കൂടെയാണ്. 2 ഓർഡേർഡ് പെയറുകൾ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ കൂടെ കിട്ടണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 3 അവിടെ നോക്കിക്കേ, ഈ ഓർഡേർഡ് പെയർ നിൽക്കുന്നത് 3-ലല്ലയോ, 3-ൽ തുടങ്ങുന്ന മറ്റൊരെണ്ണം കൂടെ വേണം. അല്ല, 3 9 ഉണ്ടെന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് അല്ല. ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1 3 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ, 3 9 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഡേർഡ് പെയർ തീരുന്ന നമ്പറിൽ നിന്നും മറ്റൊരു ഓർഡേർഡ് പെയർ തുടങ്ങുന്നത് കിട്ടണം. എന്നെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ കേട്ടോ. എ ടു ബി, ബി ടു സി, അപ്പോൾ എ ടു സി ഉണ്ടാവണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഉണ്ടോ, എ ടു ബി, ബി ടു സി. അപ്പോൾ എ ടു സി എന്ന് പറഞ്ഞാൽ 1 9 ഇവിടെ ഉണ്ടാവണം. ഇല്ല മോനെ, ഇല്ല. ഓക്കെ, implies 1 9 is not an element of R. Therefore R is not transitive. തീർന്നു മോനെ, പ്രോബ്ലം തീർന്നു. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അടിപൊളി ഒരു ക്വസ്റ്റനാണ്. പബ്ലിക് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സെയിം ക്വസ്റ്റനാണ്, മാറ്റമില്ലാതെ. ഇതേപോലെ വേറെ ക്വസ്റ്റൻസുകൾ, ഇതേപോലെ ഓർഡേർഡ് പേരിനെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻസുകളും എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഗുഡ് ബൈ.